ഡൽഹിയിലേക്ക് കൂടെ പോവുകയാണ്. ഡൽഹിയിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി അടക്കം നടത്തിയ വിദ്വേഷ പ്രസംഗം, അതിന് ചുവട് പിടിച്ച് വീണ്ടും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കം ശരിയത്ത് നിയമം കോൺഗ്രസ് വന്നാൽ നടപ്പിലാക്കുമെന്നുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പ്രകോപനപരമായ വിദ്വേഷപരമായ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രീതികൾ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം ദേശീയ തലത്തിൽ വ്യാപകമായി നടക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ രീതിയിലുള്ള പരാതികൾ പോയിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇതുവരെ പരാതി കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു സ്ഥിരീകരണം മാത്രമല്ല, അതൊരു നടപടിയിലേക്ക് നീങ്ങുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്ന് അറിയേണ്ടത്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ PR അരവിന്ദാണ് ചേരുന്നത്. അരവിന്ദ്, ഇന്നിപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് 13 സംസ്ഥാനങ്ങൾ രണ്ടാം ഘട്ട പോളിംഗിലേക്ക് നീങ്ങുന്നത് ഉൾപ്പെടെയുള്ള വാർത്തകൾ. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ എന്നതുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഇന്ന് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടതിയിലുള്ള വാർത്തകളാണ് പ്രധാനമായും വരിക. പ്രധാനമായും ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 13 സംസ്ഥാനങ്ങളിലെ 88 സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. BJPയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു പോരാട്ടം തന്നെയാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുക. കാരണം 2019 62 സീറ്റുകളായിരുന്നു BJPക്ക് രണ്ടാം ഘട്ടത്തിൽ ലഭിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 25 സീറ്റുകൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലെ ആർക്കും ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ളത് നിർണായകമാണ്. നിരവധി പ്രമുഖരടക്കം ഇത്തവണ രണ്ടാം ഘട്ടത്തിലേക്ക് മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPയും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു പ്രചാരണം അവസാന ദിവസമായി ഇന്ന് നടത്തിക്കൊണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് പോവുകയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുകൂടാതെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട VVPAറ്റുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. 100% വോട്ടുകളും VVPAT സ്ലിപ്പുകളുമായി അല്ലെങ്കിൽ യോജിപ്പിച്ച് നോക്കണമെന്നൊരു ആവശ്യത്തിലാണ് സുപ്രീം കോടതി ഇന്ന് ഹർജികൾ പരിഗണിക്കുക. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിക്കും. എന്ത് നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇന്ന് പുറത്തിറക്കിയാലും അത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാവും. കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങളിൽ യാതൊരുവിധ പ്രശ്നമില്ലെന്നും ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായും സുതാര്യമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൂടാതെ തന്നെ നരേന്ദ്രമോദിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ പ്രധാനമായും നിരവധി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അടക്കം ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അതിൽ നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാക്കി ഇത് കൃത്യമായ പ്രചാരണ ആയുധമാക്കി തന്നെയാണ് ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് പോകുന്നത്. അതേസമയം BJP നേതാക്കളടക്കം നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് എത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ നയങ്ങളാണ് ഇതിന് കാരണമെന്നൊരു വിമർശനമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ഇത്തരമുള്ള ഒരു പരാമർശങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല, അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുന്നുണ്ട്. ED അറസ്റ്റ് ചോദ്യം ചെയ്ത അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ എത്തുകയും ഇത് നിയമപരമാണെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലെത്തിയ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ ഇന്ന് ED ഒരു മറുപടി സമർപ്പിക്കും. ജിൽസി.